എന്താ അതി? ആരാ വിളിച്ചത്? ജീവാനന്ദ് കൊല്ലപ്പെട്ടു. റെയിൽവേ ട്രാക്കിൽ നിന്നും അവൻ്റെ ബോഡി കിട്ടിയിട്ടുണ്ട്. ആദി അവരോടായി പറഞ്ഞു. വാട്ട്? എങ്ങനെ? അറിയില്ലടാ. ഞാൻ ഏട്ടനെ ഒന്ന് വിളിച്ചു നോക്കാം. എന്തേലും ഇൻഫോർമേഷൻ കിട്ടാതിരിക്കില്ല. ഏട്ടനെയോ? ആ, സിദ്ധുവിൻ്റെ ഏട്ടൻ ശിവൻ DCP ആണ്. ഏട്ടന് എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പോഴേക്കും സിദ്ധു ശിവനോട് വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ചു. ഡാ, ഏട്ടൻ പറയണത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാലേ കൃത്യമായ ഒരു നിഗമനത്തിലെത്താൻ കഴിയൂ എന്നാണ്. പിന്നെ ശരീരമാകെ ചിന്നിച്ചെറിയ നിലയിലായിരുന്നു. അവൻ്റെ ID കാർഡൊക്കെ നോക്കിയ ആളെ തിരിച്ചറിഞ്ഞ്. മുന്നോട്ടുള്ള യാത്രയിൽ നമുക്ക് ശിവേട്ടൻ്റെ സഹായം വേണ്ടിവരും. ഉറപ്പായും ഏട്ടൻ നമുക്കൊപ്പം ഉണ്ടാവും. ജീവാനന്ദൻ്റെ മരണം ആദിയുടെ മനസ്സിന് സന്തോഷം നൽകുന്നതായിരുന്നുവെങ്കിലും അവനെ കൊല്ലാൻ തനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നത് ആദിക്ക് നിരാശയുണ്ടാക്കി. ഇതേ സമയം വിച്ചുവിൻ്റെ വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങിയാനും ഒരു ലക്ഷ്യബോധവുമില്ലാതെ മുന്നോട്ട് നടന്നു. കണ്ണിൽ നിന്നും ധാരയായി ഒഴുകിയ കണ്ണുനീർ അവളുടെ കാഴ്ചയെ മറയ്ക്കുന്നുണ്ടായിരുന്നു. ഇനി നിന്നെ എൻ്റെ കണ്ണ് മുൻ കണ്ടുപോകരുത്. നിന്നോടല്ലടി പറഞ്ഞത് ഇറങ്ങിപ്പോവാൻ. വിച്ചുവിൻ്റെ വാക്കുകൾ അവളുടെ കാതുകളിൽ പ്രതിധ്വനിച്ചുകൊണ്ടിരുന്നു. അത് അവളെ അത്രത്തോളം തളർത്താൻ പ്രാപ്തമായിരുന്നു. ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ അവൾ മനസ്സിലാക്കിയിരുന്നു വിച്ചുവിന് തൻ്റെ ജീവിതത്തിൽ ഉള്ള സ്ഥാനം എത്ര വലുതാണെന്ന്. ദുഃഖത്തിൻ്റെ കാഠിന്യവും ചിന്തകളുടെ വേലിയേറ്റവും കാരണം അവൾക്ക് സ്ഥലകാലബോധം നഷ്ടപ്പെട്ടിരുന്നു. അതിനാൽ തന്നെ ചുറ്റുമുള്ളതൊന്നും അവൾ ശ്രദ്ധിച്ചില്ല. തനിക്കെതിരെ തന്നെ ലക്ഷ്യമായി ചീറിപ്പാഞ്ഞു വന്ന ആ ടിപ്പറും അവൾ കണ്ടില്ല. അന്തരീക്ഷത്തിൽ പാറി നടക്കുന്ന ഒരു അപ്പൂപ്പൻ താടി പോലെ വായുവിൽ ഉയർന്നു താണടുത്തുള്ള പാറയിൽ തലയിടിച്ച് വീഴുമ്പോഴും അവളുടെ മനസ്സിൽ നിറഞ്ഞു നിന്നത് വിച്ചുവിൻ്റെ മുഖം മാത്രമായിരുന്നു. മുത്തശ്ശിയുടെ മന്ത്ലി ബോഡി ചെക്കപ്പ് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് ഒരു ആംബുലൻസ് വരുന്നത് ഇന്ദു ശ്രദ്ധിച്ചത്. നിമിഷ നേരം കൊണ്ട് തന്നെ ആംബുലൻസിൽ നിന്നും രക്തത്തിൽ കുളിച്ച ആളെയെടുത്ത് സ്ട്രക്ചറിൽ കിടത്തി. ആക്സിഡൻ്റ് ആണെന്ന് തോന്നുന്നു, രക്ഷപ്പെടില്ലെന്നാ തോന്നുന്നേ. ആരോ പറയുന്നത് കേട്ടാണ് ഇന്ദു രക്തത്തിൽ മുങ്ങിയ ആളിനെ നോക്കുന്നത്. ഒരു നിമിഷം വല്ലാത്തൊരു പിടച്ചിലോടെ അവൾ അയാളെ നോക്കി. ഒരു ഞെട്ടലോടെ അവൾ ആ സത്യം തിരിച്ചറിഞ്ഞു. അനു. തൻ്റെ കണ്ണിൽ ഇരുട്ട് മൂടുന്നത് അവൾ അറിഞ്ഞു. അതിനു മുന്നേ തന്നെ അനുവിനെ ICUവിലേക്ക് മാറ്റിയിരുന്നു. മുത്തശ്ശി വിളിച്ചറിയിച്ച പ്രകാരം വിച്ചൊഴികെ എല്ലാവരും ഹോസ്പിറ്റലിലെത്തി. അപ്പോൾ കണ്ടതൊന്നും സത്യമാവരുത് എന്ന പ്രാർത്ഥനയിലായിരുന്നു ഇന്ദു. ICUവിന് മുന്നിൽ പ്രാർത്ഥനയോടെ അവർ നിന്നു. അജു വിച്ചുവിനെ വിളിച്ച് വിവരം പറയുവാൻ ഹോസ്പിറ്റലിൻ്റെ ഒരു ഒഴിഞ്ഞ ഭാഗത്തേക്ക് നിന്നു. ബോധം വരുമ്പോൾ അനു ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് വിച്ചുവിൻ്റെ സാമീപ്യമാണെന്ന് അറിയാവുന്നതിനാൽ തന്നെ ആരും അജുവിനെ എതിർത്തില്ല. ആദ്യത്തെ 2 പ്രാവശ്യം വിച്ചു മനഃപൂർവ്വം ഫോൺ എടുത്തില്ല. 3ാമത്തെ പ്രാവശ്യം എടുത്തു. ഹലോ, എത്ര നേരമായി വിളിക്കുന്നു, എന്താ ഫോൺ എടുക്കാഞ്ഞേ? എടുക്കാൻ എനിക്ക് തോന്നിയില്ല. ഇപ്പോൾ എന്തിനാ വിളിച്ചേ? ആദിയുടെ വക്കാലത്തുമായി ആണോ? എന്നാ വേണ്ട, ഞാൻ പ്രതാപ് ശങ്കറിൻ്റെ മോന. എൻ്റെ ഡാഡിനെ കുറിച്ച് മോശമായി സംസാരിച്ച എൻ്റെ പ്രതികരണം നല്ലതാവില്ല. ഡാ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. നീ ഒന്നും പറയണ്ട. രാവിലെ ഒരുത്തി വന്നിരുന്നു, അവളോടെല്ലാം നന്നായി പറഞ്ഞിട്ടുണ്ട്. ഒന്ന് നിർത്തുന്നുണ്ടോ? നീയും നിൻ്റെ ഒരു ഡാഡിയും. ആരുടെയും വക്കാലത്ത് പറയേണ്ട കാര്യം എനിക്കില്ല. പിന്നെ ഞാനിപ്പോൾ വിളിച്ചത് എൻ്റെ പെങ്ങൾ, ഒരു കാലത്ത് നിൻ്റെ ആരൊക്കെയോ ആയിരുന്നവൾ. ഇപ്പോൾ ഒരു ആക്സിഡൻ്റായി ഹോസ്പിറ്റലിലാണ്. കുറച്ച് സീരിയസാ. അത് നിന്നെ അറിയിക്കണമെന്ന് തോന്നി. അപ്പോൾ ബൈ. അതറിഞ്ഞപ്പോൾ അവൻ്റെ ഹൃദയത്തിൽ എന്തോ തറച്ചതുപോലെ വേദന അനുഭവപ്പെട്ടു. എന്നാൽ ആ വേദനയെ അവൻ തൻ്റെ മനസ്സിൽ കിടക്കുന്ന ദേഷ്യവും പകയും കൊണ്ട് മൂടി. ഒരു ചുവരിനപ്പുറം അനുവിൻ്റെ അവസ്ഥ ആഘോഷമാക്കുന്ന തിരക്കിലായിരുന്നു പ്രതാപ് ശങ്കർ. അനുവിൻ്റെ മരണവാർത്തയ്ക്ക് വേണ്ടി അയാൾ കാത്തിരുന്നു, ഒരു പിശാചിൻ്റെ മനസ്സോടെ. ഫോൺ വിളിച്ചു കഴിഞ്ഞ ശേഷം അജു മറ്റുള്ളവരോടൊപ്പം ചെന്നിരുന്നു. വിച്ചുവിനെ പറ്റി ആരും അജുവിനോട് ചോദിച്ചില്ല. അവനും പറഞ്ഞില്ല. വിച്ചുവിനെ ഓർത്ത് അജുവിന് വെറുപ്പ് തോന്നി. ആലിയും ഇന്ദുവും കരഞ്ഞു തളർന്ന അവസ്ഥയിലായിരുന്നു. ഗൗരിക്ക് ഇപ്പോഴും ഒന്നും ഉൾക്കൊള്ളാനായിട്ടില്ല. തൻ്റെ ദേവുവിനെ പോലെ മനസ്സിൽ കയറി കൂടിയവൾ. ഒരുപക്ഷെ ദേവുവിൻ്റെ മരണശേഷം ഗൗരി ആദ്യമായി ഇഷ്ടപ്പെട്ട സുഹൃത്ത്. ദേവുവുമായി അനുവിനുണ്ടായ സാമ്യതകൾ തന്നെയായിരുന്നു ഗൗരിക്ക് അനു അത്രയും പ്രിയപ്പെട്ടവളാകാനുള്ള കാരണം. ആദിയുടെ അവസ്ഥയും അതുതന്നെയായിരുന്നു. ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത തൻ്റെ അനിയത്തിയെ ഗൗരി പറഞ്ഞറിവ് വെച്ച് ആദി അനുവിലൂടെ കാണാൻ തുടങ്ങി. എബിയും സിദ്ധുവും അജുവുമെല്ലാം അനുവിന് ഒന്നും പറ്റരുത് എന്ന പ്രാർത്ഥനയിലായിരുന്നു. അനുവിന് ചെറിയൊരു ഓപ്പറേഷൻ നടത്തി 4 മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു അനുവിനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റിയിട്ട്.
പെട്ടെന്ന് ഡോറ് തുറന്ന് ഡോക്ടർ പുറത്തേക്ക് വന്നത്. ഡോക്ടർ, അവനിക്ക് എങ്ങനെയുണ്ട്? ആദി ചോദിച്ചു. നിങ്ങളൊക്കെ അവനിയുടെ ആരാണ്? ഫ്രണ്ട്സ്. ഓക്കെ. അവനിക്ക് ഹെഡ് ഇഞ്ചുറി ഉണ്ട്. 24 മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല. വി വിൽ ട്രൈ അവർ ബെസ്റ്റ്. പ്രാർത്ഥിക്ക്. ദൈവം തമ്പുരാനേക്കാൾ വലുത് ഒന്നുമില്ല. എല്ലാം അവൻ്റെ തീരുമാനങ്ങളാണ്. ലെറ്റ്സ് ഹോപ്പ് ഫോർ ബെസ്റ്റ്. അത്രയും പറഞ്ഞ് ഡോക്ടർ മുന്നോട്ട് പോയി. എല്ലാവരും പ്രാർത്ഥനയോടെ നിന്നു. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോഴാണ് അനുവിൻ്റെ അച്ഛനും അമ്മയും ഹോസ്പിറ്റലിലെത്തുന്നത്. മോനെ ആദി, എൻ്റെ മോൾക്ക് എന്താ പറ്റിയേ? എവിടെ അവൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? അങ്കിൾ, അത് സ്വന്തം മകളെ ഓർത്ത് സങ്കടപ്പെടുന്ന ഈ മാതാപിതാക്കളോട് അവളുടെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെ പറയുമെന്നോർത്ത് ആദ്യ ധർമ്മസങ്കടത്തിലായി. പറയൂ മോനെ, അവൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ? അനുവിന് ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞു. ഇപ്പോൾ ICUവിലാണ്. 24 hours കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. മഹിയേട്ടാ, എനിക്കെൻ്റെ മോളെ കാണണം. അനുവിൻ്റെ അമ്മ ICUവിലേക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ തന്നെ സിദ്ധുവും മഹിയുടെ കൂടെ അവരെ അവിടത്തെ തടഞ്ഞു നിർത്തി. എന്നെ വിടാ, എനിക്കെൻ്റെ മോളെ കാണണം. അവരുടെ കയ്യിൽ നിന്നും കുതറി മാറിക്കൊണ്ട് സ്വബോധം നഷ്ടപ്പെട്ടവരെ പോലെ പാർവതി ICUവിലേക്ക് കടക്കാൻ തുടങ്ങി. പാർവതി, അവിടെ നിൽക്ക്. ഉള്ളിൽ തിരയടിക്കുന്ന സങ്കടം തടഞ്ഞു നിർത്തി മഹി പാർവതിയെ തടയാൻ ശ്രമിച്ചു. എന്നാൽ എല്ലാത്തിനേക്കാളും ശക്തി ആ അമ്മ മനസ്സിനായിരുന്നു. എല്ലാ പ്രതിസന്ധികളെയും തട്ടിമാറ്റി അവർ മുന്നോട്ട് കുതിച്ചു. അമ്മേ. ഗൗരിയുടെ അമ്മ എന്നുള്ള വിളിയാണ് ശരിക്കും അവരെ സ്വബോധത്തിലേക്ക് കൊണ്ടുവന്നത്. മോളെ ഗൗരി. തേങ്ങലുകൾ നിറഞ്ഞ നേർത്ത ശബ്ദം കേട്ട് നിൽക്കുന്നവരുടെ ഹൃദയത്തെ കുത്തി നോവിക്കുന്നത് പോലെ ഉള്ളതായിരുന്നു. അതിൽ നിന്നു മാത്രം മനസ്സിലാക്കാമായിരുന്നു ആ അമ്മ മനസ്സിൻ്റെ വേദന. ഒരു തേങ്ങലോടെ ഗൗരിയെ കെട്ടിപ്പിടിച്ച് കരയുന്ന ആ അമ്മയ്ക്കൊപ്പം കരയാനല്ലാതെ ആശ്വസിപ്പിക്കാനുള്ള ഭാഷ അവൾക്കറിയില്ലായിരുന്നു. മണിക്കൂറുകൾ പിന്നെയും കടന്നുപോയി. തേങ്ങലുകളും പ്രാർത്ഥനകളും മാത്രം അവിടെ മുഴങ്ങിക്കൊണ്ടിരുന്നു. ആദിയുടെ ഫോൺ റിങ് ചെയ്തപ്പോൾ അവൻ ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തു. അവൻ്റെ മുഖഭാവങ്ങൾ മാറി മറിയുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവൻ ഹോസ്പിറ്റലിൽ നിന്നും പുറത്തേക്ക് നടന്നു. ആദി എവിടെ പോകുക? ഒരാളെ കാണാനുണ്ട്, ഞാനിപ്പോൾ വരാം. അത്രയും പറഞ്ഞ് പുറത്തിറങ്ങി അവൻ ബുള്ളറ്റും എടുത്ത് അവിടെ നിന്നും പോയി. രാത്രി 9 മണി കഴിഞ്ഞാണ് അവൻ തിരികെ എത്തുന്നത്. അവിടുത്തെ അവസ്ഥ അപ്പോഴും പഴയതുപോലെ തന്നെയായിരുന്നു. രാത്രി 2 മണി കഴിയുമ്പോഴാണ് ICUവിൻ്റെ ഡോറ് തുറന്ന് ധൃതിപ്പെട്ട് നഴ്സ് പുറത്തേക്ക് ഓടിയത്. നിമിഷങ്ങൾക്കുള്ളിൽ ഡോക്ടറിനെയും കൂട്ടി അവർ ICUവിലേക്ക് കയറി ഡോറടച്ചു. കേൾക്കാൻ പാടില്ലാത്തവ ഒന്നും കേൾക്കാൻ ഇടവരുത്തരുതേ നാഥ എന്നതായിരുന്നു എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്ന പ്രാർത്ഥന. ഡോക്ടറിൻ്റെ വരവും പ്രതീക്ഷിച്ച് എല്ലാവരും വർദ്ധിക്കുന്ന നെഞ്ചിടിപ്പോടെ പുറത്തു നിന്നും അരമണിക്കൂർ കഴിഞ്ഞാണ് ഡോക്ടർ പുറത്തേക്ക് വന്നത്. ഡോക്ടർ എൻ്റെ മോൾക്ക് എങ്ങനെയുണ്ട്? ഇപ്പം ഞാൻ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇറ്റ്സ് എ മെഡിക്കൽ മിറാക്കിൾ. തീരെ പ്രതീക്ഷയില്ലായിരുന്ന കേസായിരുന്നു അവനിയുടേത്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ദൈവം കേട്ടിട്ടുണ്ടാവണം. നൗ ഷീ ഈസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. ഡോക്ടറിൻ്റെ വാക്കുകൾ ആളിപ്പടരുന്ന അഗ്നിക്കുമേൽ പെയ്തു മഴയെ പോലെ ആശ്വാസമേകിയിരുന്നു. കാരണം അനു അവർക്കെല്ലാവർക്കും അത്രയും പ്രിയപ്പെട്ടവളാണ്. ഡോക്ടർ, നമുക്ക് അനുവിനെ ഒന്ന് കാണാൻ പറ്റുമോ? ജസ്റ്റ് ഒന്ന് കാണാം, അതിൽ പ്രശ്നമൊന്നുമില്ല. അവനിപ്പോൾ മെഡിസിൻ്റെ സെഡേഷനിലാണ്. അതുകൊണ്ട് ശല്യം ചെയ്യാതെ കണ്ടിട്ട് പെട്ടെന്ന് പുറത്തിറങ്ങണം. അത്രയും പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് പോയി. ഒരുപാട് മെഷീൻ്റെയും മറ്റുമിടയിൽ കണ്ടപ്പോൾ ഒരു പാവക്കുട്ടിയെ പോലെ കിടക്കുന്ന അനുവിനെ കണ്ട് എല്ലാവരുടെയും ചങ്കൊന്ന് പിടഞ്ഞെങ്കിലും അവൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞതോർത്തപ്പോൾ അവർക്ക് സമാധാനം തോന്നി. 2 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അനുവിനെ ICUവിൽ നിന്നും റൂമിലേക്ക് മാറ്റി. വീഴ്ചയിൽ കാലിന് പൊട്ടലുണ്ട്, അതുകൊണ്ട് നടക്കാൻ പറ്റില്ല. പിന്നെ തലയിലെ മുറിവ് മാത്രമാണ് കുറച്ച് സീരിയസ് ആയി ഉണ്ടായിരുന്നത്. അനുവിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ വിച്ചുവിനെ അന്വേഷിച്ചുവെങ്കിലും അനു വിച്ചുവിനെ പറ്റി ഒന്നും ചോദിച്ചില്ല. അച്ഛൻ്റെയും അമ്മയുടെയും ചോദ്യത്തിന് വിച്ചു നാട്ടിലില്ല, അവൻ അറിഞ്ഞിട്ടില്ലെന്ന് പറഞ്ഞ് എല്ലാവരും ഒഴിഞ്ഞു മാറി. ഹോസ്പിറ്റലിന് പുറത്തുനിന്ന് സംസാരിക്കുകയാണ് ആദിയും കൂട്ടരും. ഗൗരിയും ഇന്ദുവും ആലിയും അച്ഛനും അമ്മയും അനുവിൻ്റെ ഒപ്പം തന്നെ റൂമിലിരുന്നു. യാത്ര ചെയ്യാൻ വയ്യാത്ത അവസ്ഥയിലായതുകൊണ്ടാണ് മുത്തശ്ശി അനുവിനെ കാണാൻ വരാതിരുന്നത്. ആദി, ഇന്നല്ലേ ജീവാനന്ദിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടുമെന്ന് പറഞ്ഞത്? അത് കിട്ടുമ്പോൾ ശിവേട്ടൻ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആദിയുടെ ഫോൺ റിങ് ചെയ്തു. ഹലോ ഏട്ടാ. അല്പസമയം സംസാരിച്ച ശേഷം ആദി ഫോൺ കട്ട് ചെയ്തു.
എന്നതാടാ ഏട്ടൻ പറഞ്ഞത്? ജീവാനന്ദിൻ്റെ ആരോ ഷൂട്ട് ചെയ്തതാ. അവൻ്റെ തലയിൽ നിന്ന് ബുള്ളറ്റ് കിട്ടിയിട്ടുണ്ട്. അവനെ കൊന്നെങ്കിൽ അത് അയാളാവും, ആ പ്രതാപ് ശങ്കർ. അയാൾക്കെതിരെയുള്ള ജീവനുള്ള തെളിവ് അല്ലായിരുന്നോ ജീവാനന്ദ്? അതെ, അയാൾ അപകടകാരിയാണോ ആദി? ഇനിയും അയാളെ വെറുതെ വിടാൻ പാടില്ല. എനിക്കിപ്പോൾ ആ പ്രതാപ് ശങ്കറിനോട് തോന്നി നിൽക്കുന്നതിനേക്കാൾ ദേഷ്യം വിച്ചുവിനാണ് തോന്നുന്നത്. ആദ്യം അതിന് മൗനം പാലിക്കുകയാണ് ചെയ്തത്. പക്ഷേ അവൻ്റെ ഹൃദയം പ്രതാപിൻ്റെ മരണത്തിനു വേണ്ടി ശക്തമായി തുടിക്കുന്നുണ്ടായിരുന്നു. നിമിഷങ്ങൾ നീണ്ടുനിന്ന മൗനത്തിന് വിരാമമിട്ടുകൊണ്ട് അജു എല്ലാവരെയും കൂട്ടി അനുവിൻ്റെ അടുത്തേക്ക് ചെന്നു. ആഹാ, നമ്മുടെ അനുക്കൊച്ചു ഉഷാറായല്ലോ. ബെഡിൽ ചാരിയിരുന്ന് കഞ്ഞി കുടിക്കുന്ന അനുവിനെ നോക്കി എബി പറഞ്ഞു. അതിനൊരു ചെറുപുഞ്ചിരിയായിരുന്നു അനുവിൻ്റെ മറുപടി. ഹാവു, ഒന്ന് ചിരിച്ചല്ലോ, അതെന്നെ സന്തോഷം. ഡീ പെണ്ണേ, നീ ഇങ്ങനെ അടങ്ങിക്കിടക്കണ കണ്ടിട്ടേ എനിക്ക് തീരെ സഹിക്കണില്ലാട്ടോ. പെട്ടെന്ന് ഇവിടുന്ന് നമുക്ക് പുറത്ത് ചാടണം. ഞാൻ നമ്മുടെ കോളേജിനടുത്തുള്ള ഇടയിൽ പോലീസിൻ്റെ വീട്ടിലൊരു ഞാവൽ മരം കണ്ടുവച്ചിട്ടുണ്ട്. അതിൽ നിറയെ പഴമുണ്ട്. നീ കൂടി വന്നിട്ട് വേണം മരത്തിൽ കയറാൻ. പിന്നെ ചെറുതായും അതിൽ ചാടേണ്ടി വരും. പോലീസ് പിടിക്കുവാണെങ്കിൽ ഇവിടെ തന്നെ അഡ്മിറ്റ് ആവേണ്ടി വരും. അതുകൊണ്ട് ഈ റൂം ഒഴിഞ്ഞു കൊടുക്കണ്ട. സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ ഇരിക്കട്ടെ, അവളോടായി അജു പറഞ്ഞു. ഒന്നും മിണ്ടാതിരിയേടാ, അവൾ അവിടെ ഇരുന്നത് കഴിച്ചോട്ടെ. ഞാനൊന്നും മിണ്ടണില്ലേ? അല്ലേലും നല്ലതൊന്നും ഇവിടെ അവർക്ക് പിടിക്കത്തില്ലല്ലോ. അത് പറഞ്ഞ് അജു മുഖം തിരിച്ചു. അനുവിൻ്റെ കുറച്ച് സാധനങ്ങൾ എടുക്കണം. അതുകൊണ്ട് ഞാനൊന്ന് ഹോസ്റ്റലിലേക്ക് പോയിട്ട് വരാം. ആ, ഞാൻ കൊണ്ടുപോവാം. ആദിയും ഗൗരിയും ഒരുമിച്ച് അവിടുന്ന് യാത്ര തിരിച്ചു. ഗൗരിയെ ഹോസ്റ്റലിലാക്കിയിട്ട് പോകാൻ സമയമാകുമ്പോൾ വരാമെന്ന് പറഞ്ഞ് അവൻ എന്തോ അത്യാവശ്യത്തിനായി പോയി. ഗൗരി റെഡിയായി ഇറങ്ങിയിട്ടും ആദിയെ കണ്ടില്ല. വിളിച്ചു നോക്കിയെങ്കിലും ഫോൺ എടുത്തില്ല. അതുകൊണ്ട് തന്നെ ഗൗരി പതിയെ നടക്കാൻ തുടങ്ങി. ഒപ്പം തന്നെ ആദിയെ കോൾ ചെയ്യുകയും ചെയ്തു. പെട്ടെന്നാണ് പിന്നിൽ നിന്നും വന്നൊരു വാൻ അവളുടെ അടുത്ത് നിന്നതും. ഡോറ് തുറന്ന് ആരോ വന്ന് പ്രതിരോധിക്കാൻ പോലും സമയം കൊടുക്കാതെ വാനിലേക്ക് പിടിച്ചു കയറ്റി ഡോറടച്ച് മുന്നോട്ട് കുതിച്ച് പാഞ്ഞിരുന്നു. ഗൗരിയെ ഹോസ്റ്റലിൽ നിന്നും കൂട്ടിക്കൊണ്ടു പോകാൻ വരുന്ന വഴിയിലാണ് കമ്പനിയിൽ നിന്നും മാനേജർ ആദിയെ വിളിക്കുന്നത്. കുറച്ച് ദിവസമായി ഓഫീസ് കാര്യങ്ങൾ ആദിക്ക് തീരെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ സമയങ്ങളിൽ മാനേജറായിരുന്നു എല്ലാം നോക്കിയിരുന്നത്. പുതിയ പ്രൊജക്റ്റിൻ്റെ ആവശ്യങ്ങൾക്ക് ആദിയുടെ നിർദ്ദേശങ്ങളും സാന്നിധ്യവുമായി ആവശ്യമായതിനാൽ തന്നെ ഒന്നവിടെ വരെ പോയി വരാൻ ആദി തീരുമാനിച്ചു. എന്നാൽ എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഒരുപാട് സമയം പോയി. ഈ സമയം ഫോൺ സൈലൻ്റ് ആയിരുന്നതിനാൽ ആദി ഗൗരി വിളിച്ചതൊന്നും അറിഞ്ഞിരുന്നില്ല. ആരെയോ വിളിക്കാൻ ഫോൺ എടുക്കുമ്പോഴാണ് ആദി ഗൗരിയുടെ മിഡ്സ് കോൾ ശ്രദ്ധിക്കുന്നത്. തിരികെ വിളിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. പെട്ടെന്ന് തന്നെ ആദി ഓഫീസിൽ നിന്നും പുറത്തിറങ്ങി കോളേജ് ഹോസ്റ്റൽ ലക്ഷ്യമാക്കി നീങ്ങി. ഇതേ സമയം ഗൗരി ആരുടെയൊക്കെയോ ഉറക്കെയുള്ള സംസാരങ്ങളും പൊട്ടിച്ചിരികളും കേട്ടപ്പോഴാണ് ഗൗരി കണ്ണു തുറക്കുന്നത്. തലക്കകത്തൊക്കെ വല്ലാത്തൊരു ഭാരം. അപ്പോഴാണ് അവളുടെ കൈ അവളിരിക്കുന്ന കസേരയുടെ പിന്നിൽ വെച്ച് കെട്ടിയിരിക്കുന്നത് അവൾ ശ്രദ്ധിക്കുന്നത്. ചുറ്റും നോക്കിയപ്പോൾ ഒരു ഇരുട്ടുമുറിയിലാണ് തന്നെ കെട്ടിയിരിക്കുന്നത് എന്ന് ഗൗരിക്ക് മനസ്സിലായി. ഭിത്തിയിലുള്ള ചെറിയ ഒരു ദ്വാരത്തിലൂടെ നേർത്ത വര പോലെ സൂര്യപ്രകാശം അകത്തേക്ക് കയറുന്നത് മാത്രമാണ് ആകെയുള്ള വെളിച്ചം. ഒന്ന് കണ്ണടച്ചൊരു ദീർഘനിശ്വാസം വിട്ട് എന്താ സംഭവിച്ചതെന്ന് ആലോചിച്ചു. ആദിയെ കോൾ ചെയ്തുകൊണ്ട് റോഡിൽ കൂടി നടക്കുകയായിരുന്നു തന്നെ ഒരു വാനിലേക്ക് ആരൊക്കെയോ പിടിച്ചു കയറ്റിയതും പ്രതിരോധിക്കാൻ ശ്രമിക്കവേ തൻ്റെ ബോധം പോയതും എല്ലാം അവൾ ഓർത്തെടുത്തു. എന്നാലും ആരായിരിക്കും ഈ ചതി ചെയ്തത്? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇതെവിടെയാണെന്ന് അറിയാനും പറ്റുന്നില്ല. ഫുൾ ഇരുട്ടാണല്ലോ. ഗൗരി സ്വയം ആരോടുന്നില്ലാതെ പിറുപിറുത്തു. പെട്ടെന്നാണ് ആ ഇരുട്ടുമുറിയുടെ വാതിൽ തുറന്ന് ആരൊക്കെയോ അകത്തേക്ക് കയറിയത്. ആ വാതിൽ തുറന്നപ്പോൾ കേട്ട ശബ്ദത്തിൽ നിന്ന് മനസ്സിലാക്കാമായിരുന്നു മുറിയുടെ പഴക്കം. ആഹാ, നമ്മുടെ പുലിക്കുട്ടി എഴുന്നേറ്റോ? ചേട്ടന്മാരെ എത്ര നേരമായി കാത്തിരിക്കുമായിരുന്നോ? ആ, സാരമില്ല, ഇനി വിശദമായി നമുക്ക് പരിചയപ്പെടാമല്ലോ. ഒരു വഷള ചിരിയോടെ ഒരുത്തൻ ഗൗരിയെ ചൂഴ്ന്നു നോക്കിക്കൊണ്ട് പറഞ്ഞു. അവരുടെ നോട്ടവും ചിരിയും സംസാരവും ഒക്കെ അവൾക്ക് അരോചകമായി തീർന്നു. അത് അവളുടെ ദേഷ്യം കൊണ്ട് ചുവന്ന മുഖവും കണ്ണുകളും വ്യക്തമായിരുന്നു. ആരാ നിങ്ങളൊക്കെ? എന്തിനാ എന്നെ ഇവിടേക്ക് പിടിച്ചുകൊണ്ട് വന്നത്? എന്താ നിങ്ങളുടെയൊക്കെ ഉദ്ദേശം? ഗൗരി ദേഷ്യത്തോട് അവരോട് ചോദിച്ചു. എന്താ മോളെ ഇത്? നീ എല്ലാ ചോദ്യവും ഒരുമിച്ച് ചോദിക്കാതെ ഓരോന്നായി ചോദിക്കുന്നേ. പക്ഷേ ഇപ്പോഴെല്ലാം ഉത്തരം തരേണ്ട ആള് ഇപ്പോൾ വരും. സാറിനോട് ചോദിച്ചാൽ മതി. ഒരു പരിഹാസവും പുച്ഛവും നിറഞ്ഞ അയാളുടെ സംസാരത്തിൽ നിന്നും അത് ആരാവുമെന്ന് അവൾക്ക് മനസ്സിലായി. ഈ ലോകത്ത് തനിക്കുള്ള ഒരേ ഒരു ശത്രു.
അയാളുടെ മുഖം മനസ്സിലേക്ക് വന്നതും ദേഷ്യം കൊണ്ട് അവളുടെ മുഖം വലിഞ്ഞു മുറുകി. രക്തം ചൂട് പിടിച്ചു. ശ്വാസഗതി നിയന്ത്രണാതീതമായി വർദ്ധിച്ചു. ഒരു വലിയ ശബ്ദത്തോടെ വാതിൽ തള്ളി തുറന്ന് അയാൾ അവളുടെ മുന്നിൽ വന്നു നിന്ന് ഒരു വിജയച്ചിരി ചിരിച്ചു. ഗൗരിയെ അന്വേഷിച്ച് കോളേജ് ഹോസ്റ്റലിലെത്തിയ ആദിയോട് ഗൗരി ഹോസ്പിറ്റലിലേക്ക് പോയിട്ട് 2 മണിക്കൂർ കൂടുതലാവുന്നു എന്ന് സെക്യൂരിറ്റി പറഞ്ഞു. അപ്പോൾ തന്നെ ആദി ഹോസ്പിറ്റലിലേക്ക് പോയി. ഹോസ്പിറ്റലിലെത്തിയ ആദി പുറത്ത് നിൽക്കുവായിരുന്നു. എബിയോട് അല്പസമയം സംസാരിച്ച ശേഷം അനുവിനെ കാണുവാൻ കയറി. ഈ സമയം അനുവിന് ഫ്രൂട്ട്സ് കൊടുക്കുവാനെന്ന വ്യാജേനെ എല്ലാം കഴിച്ച് തീർക്കുന്ന തിരക്കിലായിരുന്നു അജു. അവൻ്റെ കാട്ടിക്കൂട്ടലുകൾ കണ്ട് ബാക്കിയുള്ളവർ അവനെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ടെങ്കിലും ഇതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല. പിന്നെ ഭക്ഷണം പാഴാക്കാനും പാടില്ല എന്ന നിലപാടാണ് അജുവിൻ്റേത്. അവിടേക്ക് കയറി വന്ന എബിയും ആദിയും കാണുന്നത് അജുവിൻ്റെ പരാക്രമങ്ങളാണ്. അവരും അവനെ വേണ്ടുവോളം കളിയാക്കി. അങ്ങനെ ഓരോന്ന് സംസാരിച്ചിരിക്കുമ്പോഴാണ് എല്ലാവരെയും ഞെട്ടിക്കുന്ന ചോദ്യം അജുവിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. ഡാ ആദി, നിന്റെ കൂടെ വന്നെൻ്റെ പെങ്ങളെവിടെടാ? എത്ര നേരമായി അവളിൽ നിന്ന് പോയിട്ട്? നീ എന്താ അവളെ കൂടെ കൊണ്ടുവരാഞ്ഞത്? വാട്ട്, അവളിവിടെ ഇല്ലേ? ബെസ്റ്റ്, അവൾ നിന്റെ കൂടെയല്ലേ ഇവിടുന്ന് വന്നത്? ഡാ, അവൾ ഒരുപാട് നേരത്തെ ഇവിടേക്ക് വരാൻ വേണ്ടി ഹോസ്റ്റലിൽ നിന്നും ഇറങ്ങി. ഞാൻ ഓഫീസിൽ പോയതുകൊണ്ടാണ് ലേറ്റായത്. അവളിത് എവിടെ പോവാനാ? ഡാ ആദി, നീ ഒന്ന് വിളിച്ചു നോക്കിയേ. ഞാൻ വിളിച്ചു നോക്കിയതാ, ഫോൺ സ്വിച്ച് ഓഫ് ആണ്. ഡാ വാ, നമുക്കൊന്ന് പുറത്തേക്ക് പോയി നോക്കാം. എബി പറഞ്ഞതിന് അനുകൂലിച്ചുകൊണ്ട് പയ്യന്മാരെല്ലാവരും പുറത്തിറങ്ങി. ബാക്കി എല്ലാവരും വല്ലാത്തൊരവസ്ഥയിലായിരുന്നു. എൻ്റെ കൃഷ്ണ, എന്തൊരു വിധിയാണിത്! ഒന്നിനു പിറകെ ഒന്നായി കഷ്ടകാലം പിന്തുടരുകയാണല്ലോ ഭഗവാനെ. എൻ്റെ കുട്ടിക്കൊന്നും വരുത്തരുതേ അമ്മേ. എൻ്റെ ഗൗരി. വാക്കുകൾ പൂർത്തിയാക്കാൻ അനുമി കഴിഞ്ഞില്ല. കണ്ണിൽ നിന്നും കണ്ണുനീർ നിയന്ത്രണമില്ലാതെ ഒഴുകിക്കൊണ്ടിരുന്നു. എല്ലാവരുടെയും അവസ്ഥ അതുതന്നെയായിരുന്നു. കാർമേഘം മൂടിയ മനസ്സുകൾ തെളിഞ്ഞു വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഒരുപാട് സ്ഥലങ്ങളിൽ അന്വേഷിച്ചുവെങ്കിലും അവർക്ക് ഗൗരിയെ പറ്റിയൊരു വിവരവും ലഭിച്ചില്ല. സൈബർ സെല്ലിൻ്റെ സഹായത്തോടെ അവളെ കണ്ടെത്താൻ ശ്രമിച്ചതും ഫലം കണ്ടില്ല. കോളേജ് ഹോസ്റ്റലിന് കുറച്ച് മാറി റോഡ് സൈഡിൽ നിന്നും അവർക്ക് ഗൗരിയുടെ ഫോൺ ലഭിച്ചു. വർദ്ധിച്ച നിരാശയോടെയും ടെൻഷനോടെയും സങ്കടത്തോടെയും ഇനി എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ചിരിക്കുമ്പോഴാണ് ആദിയുടെ ഫോൺ റിങ് ചെയ്യുന്നത്. ആ കോളിൻ്റെ ഉടമയെ കണ്ടപ്പോൾ തന്നെ ഗൗരിയുടെ മിസ്സിങ്ങിന് പിന്നിൽ ആരാവുമെന്ന് ആദിക്ക് മനസ്സിലായി. അവൻ കോൾ അറ്റൻഡ് ചെയ്ത് സ്പീക്കറിലിട്ടു. എന്താ മോനെ ആദി, മറന്നോ നീ അങ്കിളിനെ? ഏയ് ഇല്ല, അത്ര പെട്ടെന്നൊന്നും അങ്കിളിൻ്റെ മോന് അങ്കിളിനെ മറക്കില്ല എന്നറിയാം. പരിഹാസത്തോടെയുള്ള പ്രതാപ് ശങ്കറിൻ്റെ വാക്കുകൾ കേട്ട് ആദിയുടെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. എന്താ മോനെ ഒന്നും മിണ്ടാത്തേ? ഓ, പ്രിയതമയെ അന്വേഷിച്ച് നടക്കുകയാവും അല്ലേ? നീ അവളെ അന്വേഷിച്ചിട്ട് കാര്യമില്ല. അവൾ എൻ്റെ ഒപ്പം ഭദ്രമായിട്ടുണ്ട്. ഇതുവരെ പരിക്കുകൾ ഒന്നും പറ്റിയിട്ടില്ല. ഇനി എന്തേലും പറ്റുമോ എന്ന് എനിക്കൊരു ഉറപ്പും തരാൻ പറ്റില്ലടാ. എൻ്റെ ഗൗരിയുടെ ദേഹത്തൊരു പോറലെങ്കിലും മേറ്റ ജീവനോടെ കത്തിക്കും നിങ്ങളെ ഞാൻ. എനിക്കറിയാടാ, ഇവളെ തൊട്ടാൽ പൊള്ളുന്നത് നിനക്കാണെന്ന്. അതുകൊണ്ട് തന്നെയാ ഇവളെ ഞാനിങ്ങ് പൊക്കിയത്. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവനല്ലേ നീ? നീ ഇവൾക്ക് വേദനിച്ചാൽ പറന്നെത്തുമെന്നറിയാം. അതൊന്ന് കാണണമല്ലോ. അത്രയും പറഞ്ഞ അയാൾ ബലിഷ്ഠമായി കൈ ഗൗരിക്ക് നേരെ ആഞ്ഞു വീശി. ഗൗരി, ഡാ, അവൾ വെറുതെ വിട്ടേക്ക്. തനിക്ക് വേണ്ടത് എന്നെയല്ലേ, ഞാൻ വരാം. ഗുഡ്, വെരി ഗുഡ്. കാര്യങ്ങൾ പെട്ടെന്ന് തീരുന്നതാ എനിക്കിഷ്ടം. ഇവളെ ജീവനോടെ കാണണമെങ്കിൽ നീ ഒറ്റയ്ക്ക് ഇവിടെ വരണം. നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരും പോലീസും ഒന്നും വേണ്ട. നിന്റെ എല്ലാ നീക്കങ്ങളും ഞാൻ നിരീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടുതൽ സ്മാർട്ട്നെസ് ഒന്നും കാണിക്കാതെ പൊന്നുമോനിങ് വാ. അത് പറഞ്ഞ് അയാൾ ഫോൺ കട്ട് ചെയ്തു.